നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 8ാമത്തെ യൂണിറ്റായ ബ്രീത്ത് ആൻഡ് ബ്ലഡ് ഓഫ് ലൈഫ് എന്ന യൂണിറ്റിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സുമാണ്. ഈ യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും. വാട്ട് ഈസ് ബ്രീത്തിങ്? എന്താണ് ബ്രീത്തിങ്? Taking air into the lungs and sending it out along with the carbon dioxide after absorbing oxygen is called breathing. അതായത് എന്താണ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. എയർ എടുക്കുക. എയർ എങ്ങോട്ട് എടുക്കുക? ലങ്സിലോട്ട്. ടേക്കിംഗ് എയർ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിക് എയറിന് എന്താണ് ലങ്സിലോട്ട് എടുക്കുകയും ആൻഡ് സെൻഡിങ് ഇറ്റ് ഔട്ട് അലോങ് വിത്ത് ദ കാർബൺ ഡയോക്സൈഡ്. എന്നിട്ട് സെൻഡിങ് ഇറ്റ് ഔട്ട് എന്ന് വെച്ചാൽ പുറത്തേക്ക് വിടുന്നു. സെൻഡിങ് ഇറ്റ് ഔട്ട്, അതിനെ പുറത്തേക്ക് വിടുന്നു. ഏതിനോടൊപ്പം? എലോങ് വിത്ത് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിനോടൊപ്പം അത് പുറത്തേക്ക് വിടുന്നു. നമ്മൾ എടുത്ത എയറിനെ പുറത്തേക്ക് വിടുന്നു. എപ്പോഴാണ്? ആഫ്റ്റർ അബ്സോർബിങ് ഓക്സിജൻ. നമ്മൾ എടുത്ത എയറിൻ്റെ അകത്തുള്ള ഓക്സിജൻ അബ്സോർബ് ചെയ്തതിന് ശേഷം അത് പുറത്തേക്ക് വിടുന്നു. ഏതിനോടൊപ്പം? എയറിനെ പുറത്തേക്ക് വിടുന്നു. ഏതിനോടൊപ്പം? കാർബൺ ഡയോക്സൈഡിനോടൊപ്പം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. 2 പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിൽ 2 പ്രോസസ്സ് നടക്കും. ഒന്ന് ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ എന്ന് വെച്ചാൽ ഉച്ഛ്വാസം. അടുത്തത് എക്സ്പിരേഷൻ, നിശ്വാസം. അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിന് അകത്തേക്ക് എടുക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഇൻസ്പിരേഷൻ. ഇനി നമ്മൾ കാർബൺ ഡയോക്സൈഡിനോടൊപ്പം എടുത്ത ആ എയറിനെ പുറത്തേക്ക് തള്ളത്തില്ലേ, അതിനെയാണ് നമ്മൾ എക്സ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രീത്തിങ്ങിൽ 2 പ്രോസസ്സാണുള്ളത്. ഏതൊക്കെയാണ്? ഇൻസ്പിരേഷനും എക്സ്പിരേഷനും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ? ഇൻസ്പിരേഷനും എക്സ്പിരേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്? ദ പ്രോസസ് ഓഫ് ഇൻഹേലിംഗ് എയർ ഈസ് കോൾഡ് ഇൻസ്പിരേഷൻ. അതായത് ഇൻഹേലിംഗ് എയർ എന്ന് വെച്ചാൽ എയറിനെ, വായുവിനെ ഉള്ളിലേക്ക് എടുക്കുക, ഇൻഹേൽ ചെയ്യുക, ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ, ഇൻഹേലിംഗ്. അവർ ആ വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ദ പ്രോസസ് ഓഫ് ഇൻഹേലിംഗ് എയർ ഈസ് കാൾഡ് ഇൻസ്പിരേഷൻ. അതായത് എയറിനെ ഇൻഹേൽ ചെയ്യുക, ഉള്ളിലേക്ക് എടുക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. വൈൽ ഇൻസ്പിരേഷൻ റിബ് കേജ് എക്സ്പാൻസ്. ഇൻസ്പിരേഷൻ സമയത്ത് ഇൻസ്പിരേഷൻ നടക്കുമ്പോൾ റിബ് കേജ്. എന്താണ് റിബ് കേജ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ വാരിയെല്ലുണ്ടല്ലോ നെഞ്ചിലെ, ആ വാരിയെല്ല് എന്ത് ചെയ്യുന്നു? എക്സ്പാൻസ്. റിബ് കേജ് എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുന്നു. ദീർഘമായിട്ട് നമ്മൾ ശ്വസിച്ചേ, അപ്പം നമ്മൾ ഈ റിബ് കേജ് ഇങ്ങനെ വികസിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻസ്പിരേഷൻ എന്താണ്? ദ പ്രോസസ് ഓഫ് ഇൻഹേലിംഗ് എയർ ഈസ് കാൾഡ് ഇൻസ്പിരേഷൻ. അത് നമ്മൾ എയറിനെ ഇൻഹേൽ ചെയ്യുക, ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. വൈൽ ഇൻസ്പിരേഷൻ റിബ് കേജ് എക്സ്പാൻസ്. ഇൻസ്പിരേഷൻ സമയത്ത് എന്ത് ചെയ്യുന്നു? റിബ് കേജ് എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുന്നു. നമ്മുടെ വാരിയല്ല് റിബ് കേജ്. അടുത്തത് എന്താണ് എക്സ്പിരേഷൻ? ദ പ്രോസസ് ഓഫ് എക്സ്ഹേലിംഗ് എയർ ഈസ് കോൾഡ് എക്സ്പിരേഷൻ. അതായത് വായുവിനെ പുറത്തേക്ക് വിടുന്ന, എക്സ്ഹേൽ ചെയ്യുക, പുറത്തേക്ക് വിടുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പിരേഷൻ അല്ലെങ്കിൽ നിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പിരേഷൻ സമയത്ത് റിബ് കേജിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? അവിടെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? കോൺട്രാക്ട്സ് എന്ന് വെച്ചാൽ ചുരുങ്ങും അല്ലെങ്കിൽ സങ്കോചിക്കും കേട്ടോ. വയൽ എക്സ്പിരേഷൻ റിബ് കേജ് കോൺട്രാക്ട്സ്. എക്സ്പിരേഷൻ സമയത്ത് റിബ് കേജ് എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു അല്ലെങ്കിൽ കോൺട്രാക്ട്സ് ചെയ്യുന്നു. വിച്ച് ആർ ദ പാർട്സ് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻ ബീങ്സ്? മനുഷ്യരിലെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയുടെ പാർട്സ് ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത് ശ്വസന വ്യവസ്ഥയിലെ മനുഷ്യൻ്റെ? ദ നോസ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ലങ്സ് ആർ ദ പാർട്സ് ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? നോസ്, നമ്മുടെ മൂക്ക് അല്ലേ, ട്രക്കിയ, പിന്നെ ബ്രോങ്കൈ ആൻഡ് ലങ്സ്. എ പെയർ ഓഫ് ലങ്സ് ഈസ് ദ മെയിൻ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ലങ്സ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ബാക്കി പാർട്സ് ഏതൊക്കെയാണ്? നോസ്, ട്രക്കിയ, ബ്രോങ്കൈ, പിന്നെ നമ്മുടെ ലങ്സും. ഇത്രയാണ് മനുഷ്യൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന പാർട്സ്. ഏതൊക്കെയാണ്? നോസ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ലങ്സ്. എ പെയർ ഓഫ് ഡാഷ് ഈസ് ദ മെയിൻ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഒരു ജോഡി എന്താണ്? ലങ്സ്. ഏതാണ്? ലങ്സ് ആണ് മെയിൻ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൻ ബീങ്സ്.
ലങ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാക്സ് ഇൻസൈഡ് ദ റിബ് കേജ്. അതായത് ഈ ലങ്സ് സ്ഥിതി ചെയ്യുന്നത് സിറ്റുവേറ്റഡ് എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുന്നത് ഇൻ ദ തൊറാക്സ് എന്ന് വെച്ചാൽ ഔരസാശയത്തിലാണ്. ഔരസാശയത്തിൽ ഇൻസൈഡ് ദ റിബ് കേജ്, വാരിയലിൻ്റെ അകത്തുള്ള ഔരസാശയത്തിൽ ആണ് നമ്മുടെ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത്. ഡാഷ് ആർ ദ ബ്രാഞ്ചസ് ഓഫ് ദി ട്രക്കിയ. ട്രക്കിയയുടെ ബ്രാഞ്ചസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രോങ്കായ് എന്ന പേരിലാണ് ബ്രാഞ്ചസ് ഓഫ് ദി ട്രക്കിയ ഈസ് നോൺ ആസ് ബ്രോങ്കായ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാൾ ഓഫ് ദി ഡാഷ് ഈസ് സ്ട്രെങ്തൻഡ് ബൈ C-shaped റിങ്സ് ഓഫ് കാർട്ടിലേജ്. അതായത് ഏതിൻ്റെ വാളാണ്, ഏതിൻ്റെ ഭിത്തിയാണ് ശക്തിപ്പെടുത്തിയിരിക്കുന്നത്, സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നത്? ബൈ C-shaped റിങ്സ് ഓഫ് കാർട്ടിലേജ്. അതായത് സിയുടെ ആകൃതിയിലുള്ള കാർട്ടിലേജ് എന്ന് വെച്ചാൽ തരുണാസ്ഥികൾ. അപ്പോൾ തരുണാസ്ഥികളുടെ റിങ്സ് കൊണ്ട് അല്ലെങ്കിൽ തരുണാസ്ഥികളുടെ വളയങ്ങൾ കൊണ്ട് C-ഷേപ്പിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട് ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ഏതിൻ്റെ ഭിത്തികളെയാണ്? ഏത് അവയവത്തിൻ്റെ ഭിത്തികളെയാണ്? ആൻസർ ട്രക്കിയ. ഏതാണ്? ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം. C-ഷേപ്പിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെസ്പിറേഷൻ? എന്താണ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദി സറൗണ്ടിങ്സ് ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ ചുറ്റുപാട് നിന്നും സറൗണ്ടിങ്സിൽ നിന്നും ഓക്സിജനെ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്സിജനെ എടുക്കുക, ടേക്ക് ഇൻ ഓക്സിജൻ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുക. ഡാഷ് ഈസ് എ മസ്കുലാർ ലെയർ ദാറ്റ് സെപ്പറേറ്റ് ദ തൊറാസിക് ക്യാവിറ്റി ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. നമ്മുടെ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തെയും അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഉദരാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന മസ്കുലാർ ലെയർ, മസിൽ കൊണ്ടുള്ള ഒരു ലെയർ ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? ആൻസർ ഡയഫ്രം. എന്താണ്? ഡയഫ്രം. വാട്ട് ഈസ് ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസംസ്? താഴെ കുറച്ച് ഓർഗാനിസംസിൻ്റെ പേര് തന്നിട്ടുണ്ട്. അവയുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെയാണ്? ഒന്ന്, അമീബ. അമീബയുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് സെൽ മെംബ്രൈൻ അല്ലെങ്കിൽ എന്താണ്? കോശസ്തരം അല്ലേ? അമീബയുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് സെൽ മെംബ്രൈൻ അല്ലെങ്കിൽ കോശസ്തരം. അടുത്തത് എർത്ത് വേം, മണ്ണിരയുടെ ശ്വസനാവയവം മോയിസ്റ്റ് സ്കിൻ അല്ലെങ്കിൽ ഈർപ്പമുള്ള ത്വക്ക്. മോയിസ്റ്റ് സ്കിൻ അല്ലെങ്കിൽ ത്വക്കെന്ന് വെറുതെ പറഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ എർത്ത് വേമിൻ്റെ എന്താണ് റെസ്പിറേറ്ററി ഓർഗൻ, ശ്വസനാവയവം ഏതാണ്? മോയിസ്റ്റ് സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് അല്ലെങ്കിൽ ഈർപ്പമുള്ള ത്വക്ക്. അടുത്തത് ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഷഡ്പദത്തിൻ്റെ ശ്വസനാവയവം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഓർഗൻ നെറ്റ്വർക്ക് ഓഫ് ട്യൂബിൾസ്, അതായത് നാളികാജാലമാണ് ഇൻസെക്റ്റിൻ്റെ അല്ലെങ്കിൽ ഷഡ്പദങ്ങളുടെ റെസ്പിറേറ്ററി ഓർഗൻ, നെറ്റ്വർക്ക് ഓഫ് ട്യൂബിൾസ് അല്ലെങ്കിൽ നാളികാജാലം. അടുത്തത് ഫിഷ്, നമ്മുടെ മത്സ്യത്തിൻ്റെ ശ്വസനാവയവം ഗിൽസ് അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ എന്ന് പറയും കേട്ടോ. ഫിഷിൻ്റെ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ ശ്വസനാവയവം എന്താണ്? ഗിൽസ് അല്ലെങ്കിൽ ചെകിള പൂക്കൾ, അല്ലെങ്കിൽ ഇതിനെ ശകുലങ്ങൾ എന്നും പറയും കേട്ടോ. ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് ആണ് മത്സ്യത്തിൻ്റെ ശ്വസനാവയവം. അടുത്തത് ആംഫിബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയുമ്പോൾ അവയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജീവികൾക്ക് ഉദാഹരണം എന്താണ്? ടോർട്ടോയിസ്, ഫ്രോഗ്, ഇതൊക്കെയാണ് ആംഫിബിയൻസിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഈ ആംഫിബിയൻസിന് 2 റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ട്. കരയിലായിരിക്കുമ്പോൾ ഒരെണ്ണം, വെള്ളത്തിലായിരിക്കുമ്പോൾ ഒരെണ്ണം. അപ്പോൾ കരയിലായിരിക്കുമ്പോൾ ഉള്ള ശ്വസനാവയവം ഏതാണ്? ലങ്സ് അല്ലേ? ലങ്സ് ഓൺ ലാൻഡിലായിരിക്കുമ്പോൾ, കരയിലായിരിക്കുമ്പോൾ ലങ്സ് ശ്വാസകോശം. ഇനി വാട്ടറിലായിരിക്കുമ്പോൾ, വെള്ളത്തിലായിരിക്കുമ്പോൾ സ്കിൻ, അവയുടെ സ്കിന്നാണ്, ത്വക്കാണ് ശ്വസനാവയവം. അപ്പോൾ ആംഫിബിയൻസിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഇൻ വാട്ടർ, വെള്ളത്തിലായിരിക്കുമ്പോൾ സ്കിൻ ത്വക്കും, പിന്നെ കരയിലായിരിക്കുമ്പോൾ ലങ്സ് ശ്വാസകോശവും. അടുത്ത ക്വസ്റ്റ്യൻ, ഡു പ്ലാന്റ്സ് ബ്രീത്ത്? സസ്യങ്ങൾ ശ്വസിക്കാറുണ്ടോ? വാട്ട് ആർ ദ ഗ്യാസസ് എക്സ്ചേഞ്ച് ഡ്യൂറിങ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ സസ്യങ്ങളിലെ ഗ്യാസ് എക്സ്ചേഞ്ച്, ഏതൊക്കെ ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത് ഡ്യൂറിങ് റെസ്പിറേഷൻ സമയത്ത്, ശ്വസന സമയത്ത് സസ്യങ്ങളിൽ ഏതൊക്കെ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ വാതകങ്ങളുടെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഡു പ്ലാന്റ്സ് ബ്രീത്ത്? പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യാറുണ്ടോ? യെസ്, അതാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഏതൊക്കെ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യും റെസ്പിറേഷൻ സമയത്ത് സസ്യങ്ങളിലെ? ഡ്യൂറിങ് റെസ്പിറേഷൻ പ്ലാന്റ്സ് ടേക്ക് ഓക്സിജൻ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. റെസ്പിറേഷൻ സമയത്ത് പ്ലാന്റ്സ് ടേക്ക് ഓക്സിജൻ എടുക്കുകയും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു.
ദിസ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ ലീവ്സ് കോൾഡ് സ്റ്റൊമാറ്റ. ഈ ഒരു ഗേഷ്യസ് എക്സ്ചേഞ്ച്, അതായത് ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്ന ഈ ഒരു വാതക വിനിമയം, ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഏത് വഴിയാണ്? സ്റ്റൊമാറ്റ വഴിയാണ്. എന്താണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്? ഓരോ സസ്യങ്ങളുടെയും ഇലകളിൽ, ലീവ്സിൽ കാണപ്പെടുന്ന മൈന്യൂട്ട് പോർസ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ ചെറിയ സുഷിരങ്ങൾ, പോർസ് എന്ന് വെച്ചാൽ സുഷിരങ്ങൾ, ഹോൾസ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ഒരു പോർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റ, PORES, പോർസ് കേട്ടോ. എന്നാൽ സസ്യങ്ങളിൽ ഫോട്ടോസിന്തസൈസിൻ്റെ സമയത്ത്, പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്ത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്? അവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോസിന്തസിൻ്റെ സമയത്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നത്. എന്നാൽ സസ്യങ്ങൾ ശ്വസിക്കാറുണ്ട്, റെസ്പിറേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ സസ്യങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഇത് സസ്യങ്ങളിലെ ഇലകളിലെ ചെറിയ സുഷിരങ്ങളായ സ്റ്റൊമാറ്റ വഴിയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇൻഹേൾഡ് എയറിൻ്റെയും എക്സ്ഹേൾഡ് എയറിലും അടങ്ങിയിട്ടുള്ള കണ്ടന്റ് ഒക്കെ എന്താണ് എന്നുള്ളതാണ്. എത്ര പെർസെൻറ്റേജ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു 2 ടേബിൾസാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഹേൾഡ് എയർ, നമ്മൾ ശ്വസിക്കുന്ന എയറിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, വാട്ടർ വേപ്പർ, ഇത്രയാണ് അടങ്ങിയിട്ടുള്ളത് അല്ലേ. ഓക്സിജൻ എത്ര പെർസെൻറ്റേജ്? 21%. ഇത് നമ്മൾ ഇൻഹേൾഡ് എയർ ആണ് കേട്ടോ. ശ്വസിക്കുന്ന വായുവിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകളാണ് പറയുന്നത്. ഓക്സിജൻ എത്ര? 21%. കാർബൺ ഡൈ ഓക്സൈഡ് 0.04%. പിന്നെ നൈട്രജൻ 78%, വാട്ടർ വേപ്പർ 0.96%. ഇങ്ങനെയാണ്. ഇനി അടുത്തത് എക്സ്ഹേൾഡ് എയർ, അതായത് പുറത്തേക്ക് വിടുന്ന വായുവിൽ അടങ്ങിയിട്ടുള്ള ഓരോന്നിൻ്റെയും കണ്ടന്റ്. ഓക്സിജൻ 15%, കാർബൺ ഡൈ ഓക്സൈഡ് 4%, നൈട്രജൻ 78%, വാട്ടർ വേപ്പർ 3%. അതായത് ഇൻഹേൾഡ് എയറിലും എക്സ്ഹേൾഡ് എയറിലും, ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഏതൊക്കെ കമ്പണൻറ്റിനാണ് വേരി ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്നത്? ഏതൊക്കെ കമ്പണൻസിലാണ്? ഓക്സിജൻ വ്യത്യാസപ്പെടുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് വ്യത്യാസപ്പെടുന്നുണ്ട്, വാട്ടർ വേപ്പർ വ്യത്യാസപ്പെടുന്നുണ്ട്. എന്നാൽ വ്യത്യാസപ്പെടാത്ത ഒരേ ഒരു കണ്ടന്റ് ഏതാണ്? നൈട്രജൻ. നൈട്രജൻ്റെ അളവിൽ എക്സ്ഹേൾഡ് എയറിലും അതുപോലെ ഇൻഹേൾഡ് എയറിലും ഒരു വ്യത്യാസവും ഇല്ല. നൈട്രജൻ സെയിം ആയിട്ട് നിലനിൽക്കുകയാണ്. പക്ഷേ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ ഇവയുടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇനി വാട്ട് ആർ ദ കമ്പണൻസ് എക്സ്പെൽഡ് ത്രൂ റെസ്പിറേഷൻ? റെസ്പിറേഷൻ വഴി ഏതൊക്കെ കമ്പണൻ്റ് ആണ് എക്സ്പെൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്നത്? എടുത്ത അതേ കണ്ടൻസ് എല്ലാം പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലേ. ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അളവ് കുറയുന്നു. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്, അതിൻ്റെ അളവ് കൂടുന്നു. പിന്നെ നൈട്രജൻ, എടുത്ത അതേ അളവിലുള്ള നൈട്രജൻ പുറത്തേക്ക് വിടുന്നു. വേപ്പർ എടുത്തതിനെക്കാട്ടിലും കൂടിയ അളവിലുള്ള വാട്ടർ വേപ്പറാണ് പുറത്തേക്ക് പോകുന്നത് അല്ലേ. 0.96 വാട്ടർ വേപ്പറാണ് ഇൻഹേൽ ചെയ്തത്. എന്നാൽ എക്സ്ഹേൽ ചെയ്യുമ്പോൾ അത് 3% വാട്ടർ വേപ്പർ പുറത്തേക്ക് വിടുന്നുണ്ട്. നമ്മുടെ ലങ്സിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും അല്ലെങ്കിൽ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കുന്നത് എങ്ങനെയാണ്, ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഇലസ്ട്രേഷനിൽ കാണിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇൻസ്പിറേഷൻ നോക്കാം. മൊത്തം 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ തൊറാക്സ് എക്സ്പാൻസ്, ആ ഒരു സസ്യം എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പറഞ്ഞിട്ടുള്ളത്? എയർ പ്രഷർ ഇൻ ദ തൊറാക്സ് ഡിക്രീസസ്. തൊറാക്സിലെ ആ ഒരു സസ്യത്തിലെ എയർ പ്രഷർ, വായുമർദ്ദം ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. എയർ എന്ത് ചെയ്യുന്നു? ലങ്സിലേക്ക് കടക്കുന്നു. എയർ എൻറ്റേഴ്സ് ദ ലങ്സ്, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയാകുമ്പോൾ ഇൻസ്പിറേഷൻ കംപ്ലീറ്റ് ആവും. അടുത്തത് എക്സ്പിരേഷൻ. ആരോ ശ്രദ്ധിച്ചോളണം കേട്ടോ. എക്സ്പിരേഷൻ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഡയഫ്രം റിട്ടേൺസ് ടു ദ ഒറിജിനൽ പൊസിഷൻ. ഡയഫ്രം അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തുന്നു. ഡയഫ്രം റിട്ടേൺസ് ടു ദ ഒറിജിനൽ പൊസിഷൻ. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പറഞ്ഞിട്ടുള്ളത്? എയർ പ്രഷർ ഇൻ ദ തൊറാക്സ് ഇൻക്രീസസ്. നേരത്തെ എയർ പ്രഷർ, തൊറാക്സിലെ എയർ പ്രഷർ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തിരുന്നു. പക്ഷേ ആ എയർ പ്രഷർ നേരെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. എയർ പ്രഷർ, വായുമർദ്ദം എവിടെയുള്ള? ഇൻ ദ തൊറാക്സ്, അല്ലെങ്കിൽ ഔരസാശയത്തിലുള്ള വായുമർദ്ദം കൂടുന്നു. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? എയർ ഈസ് എക്സ്പെൽഡ് ഫ്രം ദ ലങ്സ്. ലങ്സിൽ നിന്ന് എയറിനെ എക്സ്പെൽ ചെയ്യുന്നു, പുറന്തള്ളുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഏതിൽ? എക്സ്പിരേഷനിലെ മൂന്നാമത്തെ സ്റ്റെപ്പ്.
എക്സ്പ്ലെയിൻ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദി ലങ്സ് ത്രൂ എ ഇലസ്ട്രേഷൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഇലസ്ട്രേഷൻ വരയ്ക്കുക. ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഇത് വരയ്ക്കുക. വരച്ചതിന് ശേഷം എക്സ്പ്രഷനിലും ഇൻസ്പിറേഷനിലും സംഭവിക്കുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ലിസ്റ്റ് ഓഫ് ദ സ്റ്റെപ്സ് ഡ്യൂറിങ് ദ ഇൻസ്പിറേഷൻ സമയത്തുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? നേരത്തെ അവിടെ പറഞ്ഞ അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. തൊറാക്സ് എക്സ്പാൻഡ് ചെയ്യുന്നു. എയർ പ്രഷർ ഇൻ ദ തൊറാക്സ് ഡിക്രീസസ്. തൊറാക്സിലെ എയർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. എയർ എന്ത് ചെയ്യുന്നു? ലങ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇതാണ് ഈ 3 സ്റ്റെപ്പ്. ഏത് സമയത്ത്? ഇൻസ്പിറേഷൻ സമയത്ത്, ഉച്ഛ്വാസ സമയത്തുള്ള 3 സ്റ്റെപ്പുകളെന്ന് പറയുന്നത്. ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ഡ്യൂറിങ് എക്സ്പിറേഷൻ. അടുത്തത് നിശ്വാസ സമയത്തുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഡയഫ്രം റിട്ടേൺസ് ടു ദ ഒറിജിനൽ പൊസിഷൻ. ഡയഫ്രം അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ, നേരത്തെ ഉണ്ടായിരുന്ന ആ പൊസിഷനിലേക്ക് വരുന്നു. എയർ പ്രഷർ ഇൻ ദ തൊറാക്സ് ഇൻക്രീസസ്. തൊറാക്സിലെ ഔരസാശയത്തിലെ എയർ പ്രഷർ, വായുമർദ്ദം ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. എയർ ഈസ് എക്സ്പെൽഡ് ഫ്രം ദ ലങ്സ്. എയർ ലങ്സിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. ഇത്രയാണ് എക്സ്പിറേഷൻ സമയത്തുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Why did the clear lime water turned into milky when air was blown into it? നല്ല തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് നമ്മുടെ വായു ഊതി വിടുമ്പോൾ എന്തുകൊണ്ടാണ് ആ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുന്നത്? അവർ എക്സ്ഹേൾഡ് എയർ കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ നിശ്വാസ വായുവിൽ എന്തടങ്ങിയിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് മെയ്ഡ് ലൈം വാട്ടർ മിൽക്കി. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് ആ ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളത്തിനെ മിൽക്കി അല്ലെങ്കിൽ പാൽ നിറമാക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ വിശദമായിട്ട്, ഇത് വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം, അല്ല കുറച്ചുകൂടെ വിശദമായിട്ട് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? ലൈം വാട്ടർ ഈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ദിസ് ലൈം വാട്ടർ. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ എക്സ്ഹേൾഡ് എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ ലൈം വാട്ടറിലോട്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? കാൽസ്യം കാർബണേറ്റ് ഈസ് ഫോംഡ്. കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. ഇതാണ് ആ ക്ലിയർ ലൈം വാട്ടറിനെ മിൽക്കി കളറിലോട്ട് മാറ്റുന്നത്. ഏതാണ്? ഈ കാൽസ്യം കാർബണേറ്റ്. നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. മാത്രമല്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.